അബൂജഹൽ വിളിച്ച തൽബിയത്ത് എന്താണെന്നറിയുമോ? ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്. അല്ലാഹുവേ അല്ലാഹുവേ നിന്റെ വിളിക്കുത്തരം നൽകി ഇതാ വന്നിരിക്കുന്നു. ലബ്ബൈക ലാ ശരീക ലക്, നിനക്കൊരു പങ്കാളിയുമില്ല റബ്ബേ, നിനക്കൊരു പങ്കാളിയുമില്ല റബ്ബേ. ഇല്ലാ ശരീകൻ ഹുവലക. ഉമ്മമാരെ ഉപ്പമാരെ, തൗഹീദിന്റെ വ്യത്യാസം വേർതിരിയുന്നത് എവിടെയെന്ന് ശരിക്കും മനസ്സിലാക്കണം. ആദ്യത്തെ 2 വരി ക്ലിയർ ആണ്. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക്. അല്ലാഹുവേ നിന്റെ വിളിക്കുത്തരം നൽകി ഇതാ വന്നിരിക്കുന്നു, നിനക്കൊരു ശരീക്കുമില്ല റബ്ബേ. ഇനി അടുത്ത 2 വരി അപകടമാണ്, അതീവ ഗുരുതരമാണ്. ഇന്നും പറയുന്നതാണ്, അന്നും കേട്ടതാണ്, പിന്നീടും കേട്ടതാണ്. ഖുർആൻ അതിനെ എതിർത്തതാണ്. ഇന്നും പാവപ്പെട്ട മുസ്ലിം ഉമ്മത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ഇല്ലാ ശരീകൻ ഹുവലക. പങ്കാളിയുണ്ട് നിനക്ക്, ആ പങ്കാളി നിനക്കുള്ള പങ്കാളിയാണ്, നിനക്കുള്ള പങ്കാളിയാണ്. തംലികുഹു വമാ മലക. തംലികുഹു വമാ മലക. അതിന്റെ ആശയം എന്താണ്? നീ കൊടുത്ത കഴിവിൽ നിന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്, നിന്റെ അധികാരത്തിലാണ്. ഞങ്ങൾ ആരെയൊക്കെ നിനക്ക് ശരീക്കാക്കുന്നുവോ, ഇബ്രാഹിം നബിയെ ഞങ്ങൾ ശരീക്കാക്കുമ്പോ നീ ഇബ്രാഹിം നബിക്ക് കൊടുത്ത കഴിവിൽ നിന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഞങ്ങൾ ആരെയൊക്കെ നിന്റെ മുമ്പിലേക്ക് ശരീക്ക് ഇടയാളന്മാരാക്കുന്നുവോ അവരിലൊക്കെ ഞങ്ങൾ വിശ്വസിക്കുന്നത് അവർക്ക് സ്വയം കഴിവുണ്ട്, സമതീയത്തുണ്ട് എന്ന് ഞങ്ങൾ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. തംലികുഹു വമാ മലക. നീ കൊടുത്ത കഴിവിൽ നിന്ന് നിന്റെ അധീനതയിലുള്ള ഈ ശരീക്കുകൾ, നിന്റെ ഉടമസ്ഥതയിലുള്ള ഈ ശരീക്കുകൾ, നിന്റെ അധികാരത്തിലുള്ള ഈ ശരീക്കുകൾ അവരാരും റബ്ബേ അല്ലാഹുവാണ് എന്ന് ഞങ്ങൾക്ക് വാദമില്ല. നിന്റെ എല്ലാ അർത്ഥത്തിലുമുള്ള കഴിവുണ്ട് എന്ന് ഞങ്ങൾക്ക് വാദമില്ല, നിന്നെ പോലെ എന്ന് ഞങ്ങൾക്ക് വാദമില്ല. മറിച്ച് നീ കൊടുത്ത കഴിവിൽ നിന്ന് സഹായിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ടാണ് അബൂജഹലാണ് പറയുന്നത്, അബൂലഹബാണ് പറയുന്നത്. അങ്ങനെ സഹായിക്കുമെന്ന വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. ഇതുണ്ടോ? ഇത് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാ. ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും സഹീഹായ ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ ഒന്ന് ബുഖാരിയും ഒന്ന് മുസ്ലിമുമാണ്. ആ മുസ്ലിം ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹിയാണ് ഈ തൽബിയത്ത് ഉദ്ധരിച്ചിട്ടുള്ളത്. വ്യത്യാസം ഒന്ന് എന്താണ്? ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിനോട് അവർ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഉംറ ഹജ്ജ് കർമ്മം പോലെ അവർ കർമ്മങ്ങൾക്ക് വേണ്ടി വന്നിട്ടുണ്ട്. അള്ളാഹുവിനോട് അവർ നേർച്ച വഴിപാടുകൾ നടത്തിയിട്ടുണ്ട്. ആര്? അബൂജഹൽ അടക്കമുള്ളവർ. മക്കയിലെ മുശ്രിക്കുകൾ അള്ളാന്റെ പേരിൽ നേർച്ച ചെയ്തിട്ടുണ്ട്, വഴിപാടുകളും അർച്ചനകളും നടത്തിയിട്ടുണ്ട്. ഹജ്ജ് എന്ന കർമ്മം പോലെയുള്ള കർമ്മങ്ങൾക്ക് അവർ വന്നിട്ടുണ്ട്. തെൽബിയത്ത് തുറക്കെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അള്ളാനെ മാത്രം ആരാധിക്കുന്ന കഅബാലയത്തിന്റെ മുറ്റത്തേക്ക് മതാഫിലേക്ക് അവർ കയറി വന്നിട്ടുണ്ട്. ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിനോട് കരഞ്ഞു പ്രാർത്ഥിച്ചിട്ടുണ്ട്. പിന്നെങ്ങനെ മുശ്രിക്കായത്? പിന്നെങ്ങനെ അബൂജഹൽ ഇസ്ലാമിന്റെ ശത്രുവായത്? പിന്നെങ്ങനെ അബൂലഹബ് അല്ല ശപിച്ച ഒരു വ്യക്തിത്വമായി മാറിയത്? അവിടെയാണ് മർമ്മം കിടക്കുന്നത്. ഇസ്ലാമിന്റെ മർമ്മം അവിടെയാണ് കിടക്കുന്നത്. അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ ഇവരുടെ 3 ന്യായങ്ങളെ പറഞ്ഞു തന്നിട്ടുണ്ട്. പലപ്പോഴായി നിങ്ങൾ കേട്ടതാണ്, ഞാൻ വിശദീകരിക്കുന്നില്ല. അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് സുമറിൽ അല്ലാഹു പറഞ്ഞു, മാ നഅബുദുഹും ഇല്ലാ ലിയുഖർരിബുനാ ഇലല്ലാഹി സുൽഫാ. ഇസ്ലാമിന്റെ ജീവനാകുന്ന തൗഹീദിൽ നിന്ന് പാവപ്പെട്ട മുസ്ലിം ഉമ്മമാർ, ഉപ്പമാർ, ജേട്ടാരിയന്മാർ, നമ്മുടെ നാട്ടിലെ കൂട്ടുകുടുംബത്തിൽപ്പെട്ടവർ, ബന്ധുമിത്രാദികളിൽപ്പെട്ടവർ തെന്നിപ്പോകുന്ന, പിടച്ചു പോകുന്ന, തെറിച്ചു പോകുന്ന ഒരു വാദമാണ് ഖുർആൻ പറയുന്നത്. മാ നഅബുദുഹും ഇല്ലാ ലിയുഖർരിബുനാ ഇലല്ലാഹി സുൽഫാ. വളച്ചൊടിക്കാതെ പറയാം. മമ്പുറം തങ്ങളുടെ മുന്നിൽ ചെന്ന് നിന്ന്, ജാറത്തിന്റെ മുന്നിൽ ചെന്ന് നിന്ന് കരയുന്ന ഉമ്മ പറയുന്നത്, ഈ മമ്പുറം ഖബറിൽ കിടക്കുന്ന, ജാറത്തിൽ കിടക്കുന്ന ഈ മമ്പുറം മുപ്പാപ്പ പടച്ചവനാണ് എന്ന് എനിക്ക് വിശ്വാസമില്ല, അള്ളാഹുവാണ് എന്ന് ഞാൻ പറയുന്നില്ല, റബ്ബാണ് എന്ന് പറയുന്നില്ല. നാട്ടിൽ ജീവിച്ചു പോയ ഒരു മുസ്ലിയാരാണ്, പാവപ്പെട്ട ഒരു മനുഷ്യനാണ്, മഹാവ്യക്തിത്വമാണ്. പിന്നെ എന്താ പ്രത്യേകത? നമ്മളെ പോലെയല്ല, അവർ വലിയ ഉയർന്ന ദറജയിലുള്ളവരാണ്, അല്ലാഹ് ഇഷ്ടപ്പെട്ടവരാണ്. നമ്മൾ ദോഷികളാണ്, നമ്മൾ പാപികളാണ്, നമ്മൾ തെറ്റു ചെയ്തവരാണ്, നമ്മൾ അള്ളാഹുവിൽ നിന്ന് അകന്നു നിൽക്കുന്നവരാണ്. ഈ കിടക്കുന്ന ആളോ അള്ളാഹുമായി അടുത്തവരാണ്. അതുകൊണ്ട് എന്റെ പ്രശ്നം ഞാൻ ഇവന്റെ മുമ്പിൽ വെക്കുമ്പോ, ഇവരുടെ മുമ്പിൽ വെക്കുമ്പോ, തങ്ങളുടെ മുമ്പിൽ വെക്കുമ്പോ, ബീവിയുടെ മുമ്പിൽ വെക്കുമ്പോ, ഈ കബറാളിക്ക് മുമ്പിൽ വെക്കുമ്പോ എന്റെ പ്രശ്നം അള്ളാഹുവിലേക്ക് ഇവർ പറയും, നമ്മൾ ഇവരെ ഇടയാളന്മാരാക്കുന്നു, ഞങ്ങൾ ഇവരെ ആരാധിക്കുന്നില്ല. ആര് പറഞ്ഞതല്ല? കേരളത്തിലെ മുസ്ലിങ്ങളായി അറിയപ്പെടുന്നവർ പറഞ്ഞതല്ല, അന്നത്തെ മുശ്രിക്കുകൾ പറഞ്ഞത്. ഖുർആൻ നമ്മളോട് പറയുന്നു, മാ നഅബുദുഹും ഇല്ലാ ലിയുഖർരിബുനാ ഇലല്ലാഹി സുൽഫാ. അല്ലാഹുവിലേക്ക് ഒരു അടുപ്പം അടുപ്പിക്കുന്നതിന് വേണ്ടിയല്ലാതെ ഞങ്ങൾ ഇവരെ ആരാധിക്കുന്നില്ല. ശരിയാണോ?
ഈ വാദം നമ്മുടെ നാട്ടിൽ നിന്ന് കേൾക്കുന്നുണ്ടോ? ഈ വാദം നമ്മുടെ വീട്ടിൽ നിന്ന് കേൾക്കുന്നുണ്ടോ? നമ്മുടെ വല്യമ്മ പറയുന്നുണ്ടോ, മോനെ ഷിഹാബേ എനിക്ക് എത്ര വയസ്സായടാ? ഇത്ര വയസ്സായി. എടാ എനിക്ക് ഇത്ര വയസ്സായി. എന്റെ ഉപ്പ ദർസിലോദിയൊപ്പയാണ്. എന്റെ വല്ലിപ്പ ദർസിലോദിയ ഉസ്താദായിരുന്നു. അവരൊക്കെ ഞങ്ങളോട് പറഞ്ഞു തന്നത് നമ്മളൊക്കെ ദോഷികളും പാപികളും തെറ്റിയവരുമാണ്, ഇവരൊക്കെ വലിയ മഹാരഥന്മാരാണ്. അതുകൊണ്ട് നമ്മൾ അവരുടെ മുമ്പിൽ ചെന്നു നിൽക്കുന്നത് അള്ളാഹുവിലേക്ക് നമ്മൾ അടുപ്പിക്കാൻ വേണ്ടിയാണ്. ഖുർആനിലെ 39-ാം അധ്യായം സൂറത്ത് സുമറിലെ 3-ാമത്തെ ആയത്ത്, മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബുനാ ഇലല്ലാഹി സുൽഫാ. എപ്പോഴും കേൾക്കുന്ന വാചകമാണ്. എന്നാൽ ഈ പെരിന്തൽമണ്ണയിലെ ഈ ഓഡിറ്റോറിയത്തിൽ നിന്ന് തിരിച്ചു പോകുമ്പോൾ ഈ ആയത്തെങ്കിലും നമ്മുടെ കുടുംബങ്ങളിലേക്ക്, ബന്ധുമിത്രാദികളിലേക്ക് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് കഴിയണം.